തലൈവർ 173 അനൗൺസ്മെന്റ് വരുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ജനനായകന്റെ ട്രെയിലറാണ്. ഒരുപക്ഷെ വിജയ് ചിത്രങ്ങളിലെ അവസാനത്തെ ട്രെയിലർ, വിജയുടെ 69ാമത്തെ സിനിമ. ആ സിനിമയുടെ അവസാനത്തെ ട്രെയിലർ ഇന്ന് ആണ് പുറത്തു വരാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ട്രെയിലർ പുറത്തു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വിജയ് ഇനി അഭിനയിക്കുമോ എന്നുള്ളതാണ്. അതില്ല എന്നുള്ളത് വിജയ് ആദ്യം തന്നെ പറഞ്ഞു. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും വീണ്ടും വീണ്ടും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണം, തുടർന്നും അഭിനയിച്ചുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ സ്ക്രീനിൽ കാണണം, ആഘോഷിക്കണം. റീ റിലീസുകളൊക്കെ ഗില്ലിയൊക്കെ ആഘോഷിച്ച് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. ഏകദേശം 20 കോടിയോളം രൂപയൊക്കെ കളക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റീ റിലീസ് പടം എത്രയോ വട്ടം ടി വിയിൽ കണ്ട് ആസ്വദിച്ച് കണ്ടിരിക്കുന്ന സിനിമയൊക്കെ വീണ്ടും തിയേറ്ററിൽ പോയിരുന്ന് ആഘോഷിച്ച് കാണണമെങ്കിൽ അതൊരു വിജയ് സിനിമയായിരിക്കണം. അല്ലാതെ അങ്ങനെ റീ റിലീസുകളിൽ വലിയ ഹിറ്റ് നേടിയ ഒരു സിനിമയൊന്നുമില്ല. പിന്നീട് അതിൽ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ സിനിമയായിരിക്കണം. അങ്ങനെ വിജയുടെ ഇനി ആഘോഷിക്കാൻ ഒരു സിനിമയില്ലല്ലോ എന്നുള്ള ഭയങ്കരമായ വിഷമത്തോടു കൂടിയാണ് തളപതി 69 എന്ന ജനനായകൻ കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. 9-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്, 6 മണിക്കാണ് ആദ്യ ഷോ. പക്ഷേ ഇന്ന് ട്രെയിലർ റിലീസാകുമ്പോഴേക്കും എന്തൊക്കെയായിരിക്കാം ആ ട്രെയിലറിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്നുള്ള നിർണായകമായ ചോദ്യം കൂടിയുണ്ട്. വാട്ട് ഇസ് ഇൻ ദാറ്റ് ട്രെയിലർ, എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരെയും കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെല്ലാവരെയും ഒരു പക്ഷേ ഒന്ന് ഹാർട്ട് വാം ചെയ്യുന്ന രീതിയിലൊക്കെ ട്രെയിലർ നല്ലോണം രീതിയിൽ മാറാനുള്ള സാധ്യതയുണ്ട് എന്നത് വേണം തന്നെ പറയാൻ. അങ്ങനെയുള്ളൊരു ട്രെയിലർ അതിൻ്റെ റെസ്പോൺസുകൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ട്രെയിലർ സാറ്റിസ്ഫൈങ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു റെസ്പോൺസുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. ആൻഡ് ഈ ട്രെയിലറിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനാണെങ്കിൽ മിക്സഡ് ഇമോഷൻസ് ആണ്. നമ്മൾ ഇതിൻ്റെ ഓരോ പാട്ടുകൾ എടുത്തു നോക്കിയാൽ പോലും വിജയുടെ പല സിനിമകളുടെയും റെഫറൻസുകൾ ഉൾപ്പെടെ ആ പാട്ടിൽ തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. ലിറിക്കൽ വീഡിയോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ദളപതി കച്ചേരി ആയാൽ പോലും, ഒരു പേരെ വരലാറായാൽ പോലും ഇതിനകത്തൊക്കെ വിജയുടെ ഹോർഡിങ്സ്, കട്ടൗട്ട്സ് ഇതെല്ലാം ഉണ്ട്. ആൻഡ് അനിരുദ്ധ് ഹാസ് ക്രിയേറ്റഡ് എ ബ്ലാസ്റ്റ്. ഞാൻ പറയുന്നത് ഒരു പേരെ വരലാർ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടു നോക്കും. ഗംഭീര ബാങ്ങർ സാധനമാണത്, കിടില ഐറ്റമാണ് ആ പാട്ട്. ഇപ്പോൾ ദളപതി കച്ചേരി എടുത്ത് നോക്കിയാൽ പോലും നല്ല ഐറ്റമാണ്, സൂപ്പർ ഐറ്റമാണ്. അതൊക്കെ തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഐറ്റങ്ങളായിട്ടാണ് ഈ പാട്ടുകളൊക്കെ വരുന്നത്. പക്ഷേ ഇതെല്ലാം അവസാന വട്ടമാണെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്, നല്ല നല്ല വിഷമമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ എല്ലാവരുടെയും സിനിമകൾ എടുത്തു നോക്കുക. നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മൾ വേൾഡ് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോക സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിജയ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് സിനിമകളെന്ന് പറയുമ്പോൾ നമ്മൾ തള്ളിക്കയറ്റി അകത്തിടുന്ന ഒരു വ്യക്തിയാണ് വിജയ്. വിജയ് സിനിമകൾ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് പീക്ക് ലെവൽ എന്ന് പറയുന്നതായിരുന്നു. ഈക്വൽ ടു എൻ്റർടൈൻമെൻറ്റ് പീക്ക് ലെവൽ എന്ന് പറയുന്ന ഐറ്റം തന്നെയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2.5 മണിക്കൂർ തിയേറ്ററുകൾ ആഘോഷമാക്കി, വിസിലടിച്ച്, കൈയടിച്ച്, ആർപ്പ് വിളിച്ച്, നിലവിളിച്ച്, കൂകി വിളിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും ആഘോഷിക്കാൻ കഴിയുന്നൊരു സിനിമ. അതിനപ്പുറത്തേക്ക് വിജയ് സിനിമകളൊന്നും ഓഫർ ചെയ്യുന്നില്ല, മതി, ധാരാളം. പക്ഷേ അടുത്ത കാലത്തായി, കുറച്ച് വർഷങ്ങളായി വിജയ് കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ അതിനകത്ത് ഇൻജക്ട് ചെയ്യാറുണ്ട്. വിജയ്ക്ക് പറയാനുള്ള കാര്യം വിജയ് അതിൻ്റെ സിനിമയുടെ ക്ലൈമാക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിലോ ആ സിനിമയിൽ സംസാരിക്കും, അത് ഉറപ്പ് വരുത്തും. കാരണം സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് ആയിട്ട് കൂടി വിജയ് കണ്ടു തുടങ്ങിയ വർഷങ്ങൾ കൂടിയായിരുന്നു അത്. പിന്നീടാണ് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ മനസ്സ് വിജയ്ക്ക് ഉള്ളിലുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നതും. പിന്നീട് വിജയുടെ വാക്കുകൾ പോലെ തന്നെ തൻ്റെ കരിയറിന് ഉച്ചത്തിൽ വിജയ് ആ സിനിമാ ജീവിതം തന്നെ താനാക്കി മാറ്റിയ ആ സിനിമാ ജീവിതം ഒട്ടാകെ കളഞ്ഞിട്ടാണ് പോകുന്നത്. മലേഷ്യയിൽ വെച്ച് നടന്ന ഓഡിയോ ലോഞ്ചിൽ വിജയുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. അതായത് 30 വർഷം നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ എൻ്റെ സിനിമയെ സ്നേഹിച്ചു, ഇനി അടുത്ത 300 വർഷം ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതാണ്, അതായത് അയാൾ ചെയ്തു വയ്ക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് 300 എത്രയോ വർഷങ്ങളോ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്നത് ഉൾപ്പെടെ ഉള്ളത് സംസാരിക്കുമ്പോൾ പോലും കൃത്യമാണ്. അയാൾക്ക് ജനസേവനം, ഏത് ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുക, അതിന് രാഷ്ട്രീയമാണ് അയാൾ കണ്ടെത്തുന്ന ടൂൾ എന്നുള്ളത് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വിജയ് സംസാരിക്കുകയും ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇനി ജനനായകൻ്റെ ട്രെയിലർ വരുമ്പോൾ പോലും കാണാൻ പോകുന്നതും സംസാരിക്കപ്പെടാൻ പോകുന്നതും. കൗണ്ട് ഡൗൺ ആണ് വിജയ് ആരാധകർ. 9-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തുടങ്ങുന്ന കൗണ്ട് ഡൗൺ ആണ്. ഇങ്ങനെ എണ്ണി ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം, ബ്ലാക്കിന് ടിക്കറ്റ്, അത് വില കൂട്ടി വാങ്ങുക, ഇതൊക്കെ നമ്മൾ വിജയ് പടങ്ങൾക്ക് മാത്രം കാണപ്പെടാറുള്ളൊരു സാധനമാണ്. എത്രയോ സ്ക്രീനുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്ക്രീനുകളിലും ആരാധകർ കൊണ്ട് നിറയുന്നു. ഉറക്കം പോലും കളഞ്ഞ് തിയേറ്ററുകളിലേക്ക് പോകുന്നു. ഉറക്കം കളയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തലേദിവസം DJ പാർട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഉറങ്ങത്ത് പോലുമില്ല. പല വിജയ് ആരാധകരുടെയും കാര്യം ഞാൻ പറയുന്നത്. റോഡിൽ ആഘോഷിക്കുകയാണ്. ആൻഡ് ഇത് അവസാനത്തെ സിനിമയും കൂടി ആകുമ്പോഴേക്കും ആഘോഷത്തിന് ഒരു തരത്തിലുമുള്ള കുറവും ഉണ്ടാവില്ല എന്നത് വ്യക്തവും കൂടിയാണ്. അപ്പോൾ അത്രമാത്രം കാത്തിരിപ്പാണ്. പിന്നെ ഈ സിനിമേൻ്റെ ഒരു റീമേക്കാണ്, ഭഗവന്ത് കേസരിയുടെ റീമേക്കാണെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത് എച്ച് വിനോദ് തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു റീമേക്ക് സിനിമയാണെന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം.
പക്ഷേ എന്നാൽ പോലും അത് കാണുന്നത് വിജയാണ്. വിജയ് ആ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ആഘോഷവും ഒന്നും തന്നെ അത് റീമേക്ക് ആയപ്പോലും ഒറിജിനൽ സ്ക്രീൻ പ്ലേ ആയപ്പോലും വലിയ വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഭഗവത് കേസരി പലരും കണ്ടിട്ടുള്ളവരാണ്. കാണാത്തവർക്ക് ഉറപ്പായിട്ടും ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനൊക്കെ ഭഗവത് കേസരി 2-3 വട്ടം കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ ഒരുപക്ഷെ നന്ദമുരി ബാലകൃഷ്ണ എന്ന വ്യക്തിയെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ നിന്ന് റീഡിഫൈൻ ചെയ്ത ഒരു സിനിമയും കൂടിയായിട്ടാണ് ഭഗവത് കേസരി തോന്നിയിട്ടുള്ളത്. ഭഗവത് കേസരിയുടെ ഇൻട്രോ ഒക്കെ ഭയങ്കര രസമാണ്. ഇൻട്രോ മാത്രമല്ല, ആ സിനിമ മൊത്തത്തിൽ ഭയങ്കര രസമാണ്. അതിൽ വിജയ് എങ്ങനെയായിരിക്കും, വിജയുടെ രീതിയിൽ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വെയിറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. വാട്ട് ഈസ് വിജയ്സ് വേർഷൻ ഓഫ് ഭഗവത് കേസരി എന്നതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ടിക്കറ്റൊന്നും വളരെ കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ ബാക്കി ഷോകൾക്കൊക്കെ ഉണ്ട്. മോർണിംഗ് ഷോ രാവിലത്തെ ഷോയ്ക്ക്, ആരാധകരുടെ ഷോയ്ക്ക് കാണാൻ ഒറ്റ ടിക്കറ്റ് ബാക്കി ഉണ്ടാവില്ല. അത് കിട്ടുകയാണെങ്കിൽ തന്നെ ഭയങ്കര പാടായിരിക്കും. കിട്ടിയവരൊക്കെ ഭാഗ്യവരാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ? എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിലർ?